സലാമുണ്ട് ട്ടാ, പ്രിയപ്പെട്ടവരെ സലാമുണ്ട്. പുതിയൊരു കണ്ടുപിടുത്തം വന്നിട്ടുണ്ട് ട്ടാ. നമ്മുടെ അല്ലട്ടാ, ഈ LDFിൻ്റെ, അതായത് ഇപ്പൊ ഈ തോറ്റേന്റെ കാരണമൊക്കെ പറഞ്ഞ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ സ്ഥലത്തും മുട്ടിന് മുട്ടിന് യോഗം, കുടുംബയോഗം, ബൂത്ത് യോഗം, ജില്ലാ കമ്മിറ്റിയിൽ യോഗം, ഇനി അപ്പുറത്തേക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ യോഗം, മൊത്തം യോഗം. ഇത് ഒരു യോഗമാണെന്നാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. ഇത് വലിയൊരു യോഗമാണല്ല, കാരണം ഇത് കേരളത്തിന്റെ ഒരു ദുര്യോഗമാണിത്. ഏത് ഈ CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനം കേരളത്തിന്റെ ദുര്യോഗമായിട്ട് മാറിയിരിക്കുകയാണ്. അത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും യോഗമാണ് ആളുകൾ ചേരേണ്ടതെന്നാണ് ഇപ്പൊ പറയണേ. ഇപ്പൊ അതല്ല പറഞ്ഞു വന്നത്, അങ്ങനെയല്ല. ഈ യോഗം ചേർന്നിട്ടുണ്ടല്ലായിരുന്നു ഇവര്. എങ്ങനെ, എന്തുകൊണ്ട് നമ്മൾ ഈ തോറ്റ് എന്നുള്ള കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരിങ്ങനെ കുലങ്കുലുഷമായിട്ട് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ യോഗം, ഇവിടെ യോഗം, മറ്റേടത്ത് യോഗം, മറിച്ചെടുത്ത് യോഗം. ഒരു യോഗം ചേരേണ്ട കാര്യമില്ല, ഒരു യോഗവും ചേരേണ്ടത് കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞ CPMന്റെ എന്ത് പറഞ്ഞ ഒരു തലവിധിയാണ് യോഗം എന്ന് പറഞ്ഞാൽ. അതാണ് യോഗം. ജ്യോതിഷത്തിലേക്ക് ഇങ്ങനെ പറയണ്ടേ, ഗജകേസരി യോഗം, രുചക യോഗം, അങ്ങനെ വരാഹ യോഗം, അങ്ങനെ കുറെ യോഗങ്ങൾ പറയണ്ടേ. നമുക്ക് ജ്യോതിഷം ഒന്നും അറിയാൻ പാടില്ല, വായിച്ച് കേട്ടിട്ടുള്ള അറിവാണ് ട്ടാ. അപ്പൊ അതിൽ പറയണ്ടേ എന്താ, അങ്ങനെ കണ്ടൊരു യോഗം ഉണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ബോംബ് പൊട്ടിത്തെറിച്ച് അദ്ദേഹം മരിച്ചതെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു യോഗമായിരുന്നു പറയുന്നത്. അത് ഇന്ത്യക്കും അങ്ങനെ ജ്യോതിഷപ്രകാരം അങ്ങനെ ഒരു യോഗം ഉണ്ടായെന്നാണ് പറയുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുന്നത്. അതിൽ ഇപ്പൊ അതിന്റെ സത്യവും മിഥ്യയെന്നും നമ്മൾ പറയണില്ല. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ CPM സമ്മതിക്കൂല. അവർക്ക് ഈശ്വരനും ഇല്ല, ദൈവവും ഇല്ല, പള്ളിയില്ല, അമ്പലവും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ ആവശ്യത്തിന് വേണം. കൈയിട്ട് ഭാര്യ കാശുണ്ടാക്കാനൊക്കെ ഈ പറഞ്ഞ സ്ഥലമൊക്കെ വേണം. വിവാദം ഉണ്ടാക്കി അവിടെ പെണ്ണുങ്ങളെ കൊണ്ടേ കയറ്റാനൊക്കെ ഈ സ്ഥലമൊക്കെ വേണം. പക്ഷെ അല്ലാതെ അവരിലൊന്നും വിശ്വാസമൊന്നും ഇല്ലാട്ടാ. പിന്നെ വേറെ കാര്യം ഉണ്ടിട്ടാ, അവർക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഇവരുടെ ഭാര്യമാരൊക്കെ എല്ലാം വലിയ വലിയ മുന്തിയ അമ്പലങ്ങളിലൊക്കെ നടക്കാണ്, പുഷ്പാഞ്ജലി കഴിക്കാണ് ഇവർക്ക് മാറി മാറി. ആ ഇപ്പൊ ഈ പിണറായി വിജയൻ പോകില്ല, പിണറായി വിജയന്റെ ഭാര്യയും പോണത് കണ്ടിട്ടില്ല. ബാക്കി ഒട്ടുമിക്ക നേതാക്കന്മാരുടെയൊക്കെ ഭാര്യമാര് അമ്പലങ്ങളിൽ തന്നെയാണ്. അമ്പലങ്ങളിൽ പോണ ആളുകൾ അമ്പലങ്ങളിൽ പോകും, അല്ലാത്തവരാളുകൾ പള്ളിയിൽ പോകേണ്ട ആളുകളൊക്കെ പള്ളിയിൽ പോകും. അതിനെ വിലക്കിയിട്ടില്ല. അതിന് ഇവർ പറയുന്ന അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകാം. എന്നിട്ട് ഇവര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയണ വൈരുദ്ധ്യാത്മക സിദ്ധാന്തമൊക്കെയാണ്, മനുഷ്യന് മനസ്സിലാവാത്ത ഇടങ്ങേറ് ഭാഷയൊക്കെയാണ് പറയണേ. ഈ വൈദേറ്റി പോണില്ല. അതൊക്കെ പറഞ്ഞു വന്നത് ഇതല്ല, യോഗം ചേരുന്നെന്ന് പറഞ്ഞല്ല. യോഗം ചേർന്ന് ഇവരൊക്കെ കൂടി ഒരു കാര്യം കണ്ടെത്തി. ഈ കേരളം മുഴുവൻ ഇങ്ങനെ മുട്ടിന് യോഗം കൂടി ഒരു കാര്യം കണ്ടെത്തി. LDFിന്റെ തോൽവിക്ക് ഒരു യോഗമാണ് പ്രശ്നക്കാരനാക്കിയത്. അതായത് ഒരു യോഗംകാരനാണ് LDF ഈ തോറ്റ് തുന്നമ്പാടി തൊപ്പിയിട്ടെന്ന് പറയുന്നത്. 80 ലക്ഷം വോട്ട് പോയത് ഒരു യോഗത്തിന്റെ കുഴപ്പമാണെന്ന്. അല്ല പുലിവാലായില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു യോഗം ചേർന്ന് കഴിഞ്ഞാൽ 80 ലക്ഷം വോട്ടും മറ്റും മാറ്റിമറിക്കാൻ പറ്റിയ, യോഗം ചേരാൻ പറ്റിയ ആളാരെ എവിടെ ഉള്ളത്? ആ ഒരു യോഗത്തിന് 80 ലക്ഷം ആളുകൾ പറഞ്ഞ യോഗം എവിടെ ഉള്ളത്? ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാ? ഹജ്ജ് കർമ്മത്തിന് തന്നെ ഇത്ര ആളുകൾ തടിച്ചു കൂടുണ്ടെന്ന് പറയണ്ട. അതിങ്ങനെ പല സ്ഥലത്തു നിന്നും പറഞ്ഞ ആളുകളുണ്ടാ? ഇല്ല, പല രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞ ആളുകളാണ് ഹജ്ജിന് വരുന്നത്. അത് ശരിയായിരിക്കും. പക്ഷെ ഈ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു യോഗമാണ് ഇത്ര 80 ലക്ഷം കുറച്ചെന്ന് പറയുമ്പോൾ നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല. ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. അപ്പൊ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോഴല്ലേ പറഞ്ഞത് യോഗം എന്ന് പറഞ്ഞ SNDP യോഗം. SNDP യോഗം, വെള്ളാപ്പള്ളി നടേശന്റെ SNDP യോഗത്തിലുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് കാലുമാറി കഴിഞ്ഞ മയത്ത് മാമ്പു കൊയ്യണ പോലെ ഈ CPMന്റെ വോട്ടൊക്കെ കൊഴിഞ്ഞു പോയി എന്നാണ് പറയണത്. അപ്പൊ മാമ്പു കണ്ടിട്ടും മക്കളെ കണ്ടിട്ടും ആരും ബേജാറാവരുത്, അല്ലെങ്കിൽ സ്വപ്നം കാണരുത്, വേറൊരു ചൊല്ലുണ്ടിട്ട്. അതുപോലെ തന്നെയാ ഇപ്പൊ ഈ SNDPക്കാരെന്ന് പറയണ, അല്ലെ SNDP യോഗം എന്ന് പറയുന്ന ആളുകൾ ആകുന്ന മാമ്പു കണ്ടിട്ട് CPM ചില സ്വപ്നങ്ങൾ അങ്ങോട്ട് കണ്ട്. ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ എന്താ, ഈ കോൺഗ്രസ് എന്ന മയക്കാർ വന്ന്, BJP എന്ന മയക്കാർ വന്ന്, ഈ മയക്കാർ വന്നു കഴിഞ്ഞപ്പോ ഈ SNDP യോഗം എന്ന മാമ്പൂവൊക്കെ കൊഴിഞ്ഞു പോയി. CPMന്റെ വോട്ടൊക്കെ പോയി. 80 ലക്ഷം മാമ്പൂ കൊഴിഞ്ഞു പോയി. പോരെ, ഇതാണ് ഇപ്പൊ കണ്ടെത്തിയേക്കണത്. ഈ തോറ്റേന്റെ കാരണം വെള്ളാപ്പള്ളി നടേശന്റെ ഒറ്റ ആളാണെന്നാണ് പറയുന്നത്. CPM തോറ്റേന്റെ. അതിൽ വേറൊരു കാര്യം മറിച്ച് ചിന്തിക്കാട്ടെ. ഇപ്പൊ സാധാരണക്കാരെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ SNDPക്കാരാണല്ലോ. സാധാരണ നമ്മുടെ ഈഴവ സഹോദരന്മാരാണ്, ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ വരെ ജാതിവൽക്കരിച്ചേക്കാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വരെ പാർട്ടി ഉണ്ടാക്കിയേക്കാണ്. പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഘടനയുടെ ആളുകൾ മുഴുവൻ മിക്കവാറും ഒരു പാർട്ടിക്കാരാണ് എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഒരു ധാരണ. അതായത് CPMനാണ് ഈ യവന്മാരൊക്കെ വോട്ട് കൊടുക്കണേന്നാണ് ഇവരുടെ വിചാരം. ഇന്ത്യയിലും കേരളത്തിലും ജനിച്ചു വീണ ഓരോരോ ആളുകൾക്ക് 1 ലക്ഷം വച്ച് കടമുണ്ടെന്ന് പറയുന്ന പോലെ ജനിച്ചു വീണ ഓരോ ഈഴവ കുഞ്ഞുങ്ങൾക്കും ഈ CPMന് വോട്ട് ചെയ്തോളെന്ന് വല്ല ബാധ്യത ഉണ്ടാ? അല്ല, അങ്ങനെ ഉണ്ടാ? ഇവര് പറയണ അങ്ങനെ. ഈ പിണറായി വിജയനും ഈ MP ഗോവിന്ദനും ഒക്കെ പറയണ അങ്ങനെയാണ്. ഈ യവന്മാർ കാലുമാറിന്ന് ഈ യവന്മാർക്ക് സ്വന്തമായിട്ട് ഒരു എന്താണ്, അവർക്കൊരു താല്പര്യമില്ല, അവർക്കൊരു അഭിപ്രായമില്ലേ?
അപ്പൊ അവരിഷ്ടം പോലെ വോട്ട് ചെയ്യൂലേ? അപ്പൊ ഇതുവരെ അങ്ങനെയാണെങ്കിൽ CPM വോട്ട് ചെയ്തിരുന്നത്, പിന്നെ എന്ത് ഇപ്പൊ മാറ്റി ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇതുവരെ ഉള്ള കാര്യങ്ങളായിരിക്കണമെന്നില്ല ഇനി മുമ്പോട്ടൊക്കെയുള്ള കാര്യങ്ങൾ. അവർ കാലാവസ്ഥ അനുസരിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ നീക്കിക്കൂടെ? ഇതുവരെ മലവെള്ളം ഉണ്ടായില്ല, അതുകൊണ്ട് മലവെള്ളം വന്നു കഴിഞ്ഞപ്പോൾ നീന്തിയും തുഴഞ്ഞും വഞ്ചിയൊക്കെ എടുത്ത് പോകാൻ പാടില്ലാകേണ്ട. അപ്പൊ ഇപ്പൊ വന്നങ്ങനെ കുത്തൊയ്ക്കാണ്, മലവെള്ളം കുത്തൊയ്ക്ക് വന്ന് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അഴിമതി ആരോപണം, കള്ളക്കടത്ത്, സ്വജനപക്ഷാപാതം, ഇതൊക്കെ ഉണ്ട്. ഇനി കുറച്ചും കൂടി വിശദീകരിച്ച് പറയാം. മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ 40 കാറിന്റെ അകമ്പടി വേണം. ഇല്ല, ഈ 40 കാറിന്റെ അകമ്പടിക്കാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഈ റോട്ടിൽ കൂടെ ഒറ്റ കുഞ്ഞിന് പോകാൻ പറ്റില്ല, ഒരു ഉറുമ്പിന് കഴിയാൻ പറ്റൂല. ആരെങ്കിലും പുള്ളങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 40 വണ്ടിയും പോയി കഴിയണം. അപ്പോഴേക്കും പുള്ളക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പ്രായമുള്ള കാരണന്മാരാണെങ്കിൽ മരുന്ന് മേടിച്ച് അവിടെ കൊണ്ട് ഓക്സിജൻ കൊണ്ടുവന്ന് എത്തിക്കാൻ പോലും പറ്റൂല. അപ്പോഴേക്കും വഴി ബ്ലോക്ക് ഇട്ടാക്കല്ലേ. അപ്പൊ അങ്ങനെ ഒരുമാതിരി മയ്യത്താവേണ്ടവനൊക്കെ മയ്യത്താവും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇടങ്ങേറുണ്ടാക്കിയിട്ട് 40 വണ്ടിയുടെ എഴുന്നള്ളത്തോടുകൂടി തമ്പുരാക്കന്മാരിങ്ങനെ നടക്കണ പോലെയാണ് പിണറായി വിജയൻ റോട്ടിൽ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ആക്ഷേപം വന്നു കഴിഞ്ഞപ്പോൾ CPM കാരൊക്കെ കൂടി നിരന്ന് നിന്ന് എന്താ പറയുക, ന്യായീകരിക്കുകയാണ് ചെയ്ത്. അല്ല, ന്യായീകരണം തൊഴിലാളികളാണല്ലോ ഈ പാർട്ടിയെ നിലനിർത്തുന്നത്. ന്യായീകരിച്ച് ഇനി അതും പോരാണ്ട് വന്നിട്ട് 40 ലക്ഷം രൂപ വാടക കൊടുത്ത് ഹെലികോപ്റ്റർ ഉണ്ടെന്ന് ചാലക്കുടി ഗ്രൗണ്ടിൽ എടുത്ത് തുരുമ്പ് പിടിക്കണത് ഇല്ലേ? ചാലക്കുടി ഗ്രൗണ്ടിൽ എയർഫോഴ്സിന്റെ അവിടെ ഒരു പ്രത്യേക സെക്ടർ ഉണ്ടല്ലോ, അവിടെ ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് കിട്ടാണ് 90 ലക്ഷം രൂപ. ഖജനാവിൽ പൂച്ച വെറ്റിയെടുക്കണമെന്ന് ഒരു പൂച്ചയല്ല, അതിന്റെ കൂട്ടുകാരി പൂച്ചകളൊക്കെ അവിടെ പറ്റിയെടുക്കണമെന്ന് പറയുന്നത് കാശില്ല. പിന്നെ കരിമന്നൂർ ബാങ്കിൽ സാധാരണക്കാരൻ എന്താണ് മുണ്ട് മുറുക്കി കൊടുത്ത് അത്താഴത്തിനുള്ള കാശിൽ നിന്നൊക്കെ മാറ്റി മിച്ചം വെച്ച് അത് അവിടെ കൊണ്ടുപോയി അവർ വെച്ച് എന്നാൽ പിള്ളങ്ങളുടെ കല്യാണത്തിനാ അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ വല്ലവരും അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് മേടിക്കാൻ ഒരു വീട് വെക്കാനാ ഒക്കെ ആയിട്ട് കാശ് കൊണ്ടുപോയിട്ടാണ്. ഈ കാശ് കംപ്ലീറ്റ് CPM ആളുകൾ അടിച്ചു മാറ്റിയില്ലേ? CPM MLA പാർട്ടി സെക്രട്ടറി ഇവരും ഒക്കെ അവിടെ നിന്ന് കൈയിട്ട് വാരി അടിച്ചു മാറ്റി, മന്ത്രിയും ഒക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ അപ്പോഴും CPM രംഗത്തിറങ്ങി. അവരെ ന്യായീകരിക്കാനാണ്, പാവപ്പെട്ടവന്റെ കാശ് മേടിച്ചു കൊടുക്കാനല്ല പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളെ നോക്കിയത് അല്ലേ? എന്നിട്ട് ന്യായീകരിച്ച് ഈ അന്തിച്ചർച്ചയിലൊക്കെ TV വന്നിരുന്ന് പറയുന്ന ആളുകൾ പറയണ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലോ തേച്ചാലും മാച്ചാലും പോകാത്ത സാധനങ്ങൾ അവർ പറയുന്നത് അപ്പോഴും ന്യായീകരിച്ച് ഇല്ലേ? ഗവർണറെ വഴി തടഞ്ഞ് കുറെ കുട്ടികളൊക്കെ കൂടി അങ്ങനെ വലിയ പൂലുണ്ടാക്കി. ഇവിടെ എന്താണ് പഠിക്കാൻ ചെന്ന പിള്ളങ്ങൾക്ക് വീട്ടിൽ പോരാൻ പറ്റില്ല. വന്ന് കണ്ടില്ല പൂക്കോട്ട് സിദ്ധാർത്ഥിനെയൊക്കെ എന്താണ് എന്തെന്നാണ് അവൾ പറയണതിന് ജീവകാരുണ്യ പ്രവർത്തനോ ജീവൻ രക്ഷാ പ്രവർത്തനമൊക്കെ നടത്തി വന്നപ്പോൾ ആ പുള്ള മയ്യത്തായി ഇല്ലേ? പോയത് ആർക്കാ? വീട്ടുകാർക്ക് പോയി. അപ്പോഴും ഇവര് കുട്ടി സഖാക്കളെ ന്യായീകരിച്ച് തെറ്റെന്ന് പറഞ്ഞില്ല. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത എല്ലായിടങ്ങ് ഒരു സപ്ലൈകോയിൽ 5 പൈസ ഇല്ല. ഈ ഖജനാവില് വേണ്ടത്ര ഇടമുള്ളവരുടെ പൂച്ച സപ്ലൈകോയിന്റെ കൗണ്ടറിൽ പോയി പെറ്റിടുന്നില്ല. ഈ ഖജനാവിൽ ഇഷ്ടം പോലെ സ്ഥലമുള്ളവരുടെ പൂച്ചയും പട്ടിയൊക്കെ പെറ്റിയെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ സപ്ലൈകോയിന്റെ കൗണ്ടറിൽ കയറി കിടക്കായിരുന്നു. കാരണം അവിടെ വിശാലമായിട്ട് ഒഴിഞ്ഞെടുക്കാനുള്ള 5 ഒരു സാധനം 1 മണി അരിയില്ല, ഒന്നുമില്ല. ഇപ്പൊ വില കുറച്ച് സപ്ലൈകോയിട്ട് സാധനങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് സാധാരണക്കാരനൊക്കെ പറ്റിച്ച് വോട്ട് മേടിച്ചെടുത്തത്. അവിടെ ഒന്നുമില്ല, അവിടെ ഒരു വൈക്കാക്കി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്ത് ഉണ്ടെന്ന് പറഞ്ഞ് സ്വപ്ന സുരേഷ് പറഞ്ഞൊരു പെണ്ണുപിള്ള പറഞ്ഞിട്ടുണ്ടായില്ല 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ ഇല്ല. അതിനെതിരെ ഒരു നടപടിയിലും ഒരു കേസും ഇല്ല. ഇപ്പൊ പിണറായി വിജയന്റെ മോള് തന്നെ വീണ വിജയൻ, ആ പുള്ള 1,52,00,000 CMR എന്ന കമ്പനിയിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞ ആരോപണം അങ്ങനെ നിൽക്കണ്. അങ്ങനെ പല കമ്പനിയിൽ നിന്ന് എന്തിന് അനാഥാലയങ്ങളിൽ നിന്ന് വരെ അവർക്ക് കിട്ടണ അനാഥാലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് കഞ്ഞിയും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന അവർക്ക് 5-10 രൂപയ്ക്ക് സംഭാവന കൊടുക്കും. അതിൽ നിന്നും കാശ് ഇവർ അടിച്ചു മേടിച്ചെന്നാണ് പറയുന്നത്. ആര്? ഈ പിണറായി വിജയന്റെ മോള് വീണ വിജയൻ. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നാട്ടിൽ നടത്തിയിട്ട് ഇത് ലോകം മോയിക്കാർക്ക് കഴിഞ്ഞപ്പോൾ കുറെ ആളുകളെ സൈബർ സഖാക്കളൊക്കെ ഇങ്ങോട്ട് രംഗത്തേക്ക് ഇറക്കി വിട്ട് എന്തിന് ന്യായീകരിക്കാൻ വേണ്ടി. ന്യായീകരണ തൊഴിലാളികൾ അങ്ങനെ ഒരു വിഭാഗം തന്നെയുണ്ട് ഇപ്പൊ അവിടെ. CPM പറ്റുന്ന കാര്യങ്ങളൊക്കെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുത്തോളണം. അവർക്ക് കുമ്മായം ജോലി കൊണ്ട് അവരെ വിട്ടേക്കാണ്, വെളുപ്പിച്ചെടുക്കണം. ബൈറ്റ് വാഷ് ചെയ്യണ ജോലിയാണ്. ആരെ? ഈ പാർട്ടി നടത്തുന്ന എല്ലാ കൊള്ളരുതായ്മയൊക്കെ വെളുപ്പിച്ച് ബൈറ്റ് വാഷ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോയത്. അപ്പൊ പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് തോന്നി അരിവാളിൽ കുത്തണം, താമരയ്ക്ക് കുത്തണം, കൈക്ക് കുത്തണം, ഇനി വേറെ ഏതെങ്കിലും ചിഹ്നം ഉണ്ടെങ്കിൽ അവിടെ കുത്തണമെന്ന് അവർ തീരുമാനിച്ച്. പക്ഷെ എവിടെ കുത്തിയാൽ ഈ കുത്തൊക്കെ വന്നു കൊണ്ടത് പിണറായി വിജയന്റെ നെഞ്ചത്താണ്. ചങ്കി കൊണ്ട് തോറ്റ്. തെരഞ്ഞെടുപ്പ് ഫലം പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ തോറ്റ്. 80 ലക്ഷം വോട്ടിന് തോറ്റ് തുപ്പി. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ തോറ്റ് തൊപ്പിട്ട് 80 ലക്ഷം വോട്ടാണ് കുറഞ്ഞത്. BJP തൃശ്ശൂരിൽ നിന്ന് ജയിക്കുകയും ചെയ്ത്. അക്കൗണ്ട് പൂട്ടിക്കും, ഉള്ള അക്കൗണ്ട് പൂട്ടിക്കും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അല്ല, അതിന്റെ പുറകിൽ വേറെ കളിയൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയണത്. ഈ പുള്ളേനെ ഇന്നല്ലെങ്കിൽ നാളെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ED കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞാൽ കേസ് നിലവിൽ നിൽക്കണ്ട. അപ്പൊ ഒരു നീക്ക് പോക്ക് ഉണ്ടാക്കി എന്ന് പറയുന്നത്. തൃശ്ശൂർ കൊടുത്തു കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് ഇറങ്ങിയറൊന്നും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ
കാരണം അങ്ങനെ ഒരു ബേലത്തരമൊക്കെ അവിടെ ചെയ്തെന്ന് പറയണ്ടേ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇത്രയും വലിയ പുകലുണ്ടാക്കി സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുള്ള റോഡ് ഏതാ തോടേതാന്ന് അറിയുമ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വഴി മാറിപ്പോണ്, ആളുകൾക്ക് 5 പൈസയുടെ സാധനം കിട്ടാനുള്ള സപ്ലൈ പോലും ഒന്നുമില്ല. അപ്പൊ അതുപോലെ സ്വർണ്ണക്കള്ളക്കെടുത്ത് മുഖ്യമന്ത്രി ഇനി 40 കാരനാകുമ്പോഴേക്ക് ചീറിപ്പാഞ്ഞെടുക്കുന്ന പോരാത്തതിന് 90 ലക്ഷം രൂപയുടെ ഹെലികോപ്റ്റർ, കരുവന്നൂർ ബാങ്കിലെ കേസുകൾ, അങ്ങനെ മുട്ടിന് കേസ്. ഇതൊക്കെ ജനം കാണാല്ലേ, അവരറിയാല്ലേ, അവർ പോളിംഗ് ബൂത്തിൽ ചെന്നപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഒറ്റ കുത്തൂത്തി. ആ ഒറ്റ കുത്തിൽ എന്ത് പറ്റി, അടപടൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണ്. അപ്പൊ അതിന്റെ കാരണം ഇപ്പൊ പറയണത് എന്താണ്, ഇവരുടെ ഒരു പോരാളി ഷാജി ഉണ്ടല്ലോ, സൈബർ വിങ് പോരാളി ഷാജി, ചെങ്കോട്ട, ചെങ്കതിരി എന്നൊക്കെ പറഞ്ഞ് അവര് അങ്ങനെ കുറച്ച് ആളുകളും, പിന്നെ ഈ യോഗം, ഏത് യോഗം, വെള്ളാപ്പള്ളി നടേശന്റെ യോഗം, അവരൊക്കെ കൂടിയാണ് തോപ്പിച്ചെന്ന്. വെള്ളാപ്പള്ളി നടേശന് SNDP യോഗം എന്താണ്, CPM അട്ടിപ്പേറുകാരാണ്. എപ്പോഴാണെങ്കിലും അവർക്ക് വോട്ട് ചെയ്തോളണം. CPM എവിടെയൊക്കെ മത്സരത്തിൽ നിന്ന് അപ്പോൾ ഓടിച്ചെന്ന് അവർക്ക് കുത്തിക്കൊള്ളണം എന്ന് വല്ല കരാറാട്ടുണ്ടാ. അപ്പൊ ഇത് അങ്ങനെയൊക്കെയുള്ള ധാരണയിലാണുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതിയുടെ ചെയർമാനൊക്കെ ആക്കി വച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആയിരിക്കും. എന്തായാലും വെള്ളാപ്പള്ളി ഇത് കേട്ടപ്പോൾ പറഞ്ഞിട്ട്, ഞാനിപ്പോൾ പനി പിടിച്ച് കിടക്കുകയാണ്, ഈ പനിയൊക്കെ പറഞ്ഞ് ഞാൻ പുറത്തോട്ടേക്ക് വരട്ടെ, അപ്പം ഞാൻ ഇതിന് കൃത്യമായിട്ടൊരു പണി ഞാൻ കൊടുത്തോളാം എന്നുള്ളത്. എൻ്റെ യോഗം, എൻ്റെ യോഗത്തിനെ കുറിച്ച് വന്നെങ്കിൽ ഇവന്മാരുടെയൊക്കെ യോഗം ഇനി എന്തായിരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഏത് യോഗം നടക്കും എന്നുള്ളത് ഞാൻ അപ്പം കാണിച്ചു തരാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞേക്കണത് പനിക്കിടക്കെ കറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞേക്കണത്. ഞാൻ പുറത്തേക്ക് വരട്ടെ, ഈ പനിയൊക്കെ മാറട്ടെ, ഇപ്പം തുള്ളി പറിച്ച് കിടക്കാണ്. ഈ തുള്ളി പറിച്ച് പനി മാറിക്കഴിഞ്ഞാൽ പുറത്ത് വന്ന് ഞാനൊരു തുള്ളി ബറവലങ്ങോട്ട് പറയും. ഈ ബറവല്ലി 80 ലക്ഷം വോട്ട് മാത്രമല്ല, ഇനി ഉള്ളതൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇപ്പൊ ഈ തോറ്റേന്റെ കാരണം ഈ പറഞ്ഞ കൊള്ളരുതായികളൊന്നുമല്ല, ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കി. മഴ പെയ്ത റോഡേതാ തോടേതാന്ന് അറിയാൻ പാടില്ല, ആളുകൾ വെള്ളക്കെട്ടിൽ വീണ് മരിക്കണ്, റേഷൻ കടയിൽ പോലും അരിയില്ല, സപ്ലൈക്കോയിൽ ഒരു സാധനമില്ല, കരുവന്നൂർ ബാങ്കിങ്ങും തട്ടിച്ചുകൊണ്ടുപോയി, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, മുഖ്യമന്ത്രി 40 കാരൻ്റെ അകമ്പടിക്ക് പോകണം, ജനങ്ങളെ കണ്ടാൽ മിണ്ടൂല, ആന കരിമ്പൊടിക്കുന്ന പോലെയാണ് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ മൈക്ക് പിടിച്ച് വലിച്ചൊടിച്ച് കാട്ടിക്കളയരുത്. മൈക്ക് ഹൗൾ ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് സാറിന് ഉൾപ്പെടെ പൊറ്റിക്കൊണ്ടുപോകും, മൈക്ക് സെറ്റുകാരനെ അറസ്റ്റ് ചെയ്യും, മൈക്കുകാരനെ അറസ്റ്റ് ചെയ്യും. ഇതൊന്നുമല്ല കുറ്റം. പുള്ളങ്ങളോട് വരെ മര്യാദയ്ക്ക് പെരുമാറൂല, കടക്ക് പുറത്തുനിന്ന് പത്രക്കാരോട് പറയണത്. ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ, ഇതുവരെയും നല്ല പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആ മാതിരി വർത്താനൊന്നും വേണ്ടാട്ടെന്ന് അപ്പൊ തന്നെ അവരോട് മുഖത്ത് നോക്കി പറയും. അപ്പൊ ഈ വക വേഷം കെട്ടൊക്കെ കാരണം ജനങ്ങളിൽ നിന്ന് അകന്നു പോയി. ഇതാണ് തോൽവിയുടെ കാരണം എന്നുള്ളത് സമ്മതിക്കാൻ പറ്റൂല. ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി വെള്ളവും ചൂലും വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി കുമ്മായം കൊടുത്തിറക്കിയേക്കാണ്. ഈ വക വേഷം കെട്ടൊന്നും ഇവിടെ നടക്കൂല എന്നത് ഇപ്പൊ വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ട് ഈ പനിയൊക്കെ മാറി ഞാൻ പുറത്തോട്ട് വരട്ടെന്ന്. ഈ വെള്ളാപ്പള്ളിയുടെ SNDP യോഗമാണ് തോപ്പിച്ചതെന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. കാണാനല്ല. അപ്പൊ വെള്ളാപ്പള്ളി പുറത്ത് വരുമ്പോൾ ഇനിയിപ്പോ എന്തൊക്കെ നടക്കാൻ പോകും. മരുന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോണ്. ഇനിയിപ്പോ ഒരു സീറ്റെങ്കിലും കിട്ടീനി, അപ്പൊ എന്ത് കിട്ടും അള്ള കണ്ടറിയാം. അപ്പൊ ആയിക്കോട്ടെ, വരാ. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു വിശേഷം ഇപ്പൊ വരും, നാളെ കാണാം നമുക്ക്. ആയിക്കോട്ടെ.